ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആണ്ടുതോറും പരിശുദ്ധ നോമ്പാനുഷ്ഠാനങ്ങളിലൂടെ ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ നമ്മുടെ ബലഹീനമായ ജീവിതത്തെ ആത്മശോധനയ്ക്ക് വിധേയപ്പെടുത്താം. പരിശുദ്ധ നിനുവ നോമ്പ് അതിൻ്റെ പേരിൽ തന്നെ ഒരു മഹാനഗരം മുഴുവനും അനുദപിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞതിനെ ഓർമ്മിപ്പിക്കുന്നുവെങ്കിലും ഒരു വ്യക്തിയുടെ അനുതാപം മൂലമാണ് ആ മഹാനഗരം മുഴുവനായും അനുദപിക്കുന്നത്. ഒരു നിമിഷം യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ലഭിക്കുന്ന ചില ആശയങ്ങൾ മനനം ചെയ്യാം. ഒന്നാമതായി, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ജീവിതം നിയോഗങ്ങളുള്ള ജീവിതമാണ്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ജീവിതം നിയോഗങ്ങളുള്ള ജീവിതമാണ്. ഈ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, യോനാ പ്രവാചകൻ ഒരു എബ്രായനാണ്. യഹോവയാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന, ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്രകാരം നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഏറെ നിയോഗങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ ആ നിയോഗങ്ങളിൽ നിന്നും നാം പിന്മാറി നമ്മുടെ യുക്തി അനുസൃതമായി ജീവിക്കുന്നവരാണോ എന്നൊന്നാമതായി വിലയിരുത്തണം. ദൈവം യോനാ പ്രവാചകന് കൊടുക്കുന്ന ഒരു നിയോഗം, നീ ചെന്ന് നിനുവ പട്ടണത്തിൽ പോയി മാനസാന്തരം പ്രസംഗിക്കണം, ആ ജനം എങ്കിലേക്ക് തിരിയുവാൻ തക്കവണ്ണം നീ അങ്ങോട്ട് ചെല്ലണം. ഒരുപക്ഷെ യോനാ പ്രവാചകന് ആ പട്ടണത്തെക്കുറിച്ച് നല്ല അറിവുണ്ട്. അതിലെ ജനങ്ങൾ എപ്രകാരം ജീവിച്ചിരുന്നു എന്ന് അറിവുണ്ട്. തൻ്റെ യുക്തി കൊണ്ട് ഒരുപക്ഷെ അവൻ്റെ പ്രസംഗം കേട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ ആ നഗരം മുഴുവനും നശിക്കുമല്ലോ എന്നുള്ള ഒരു പേടി കൊണ്ട് തൻ്റെതായ യുക്തി മൂലം ദൈവനിയോഗത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്നതായ നിയോഗങ്ങളിൽ അതിൽ വളരുവാൻ തക്കവണ്ണം ഈ ഒരു അധ്യായം യോനാ പ്രവാചകന്റെ ജീവിതം നമുക്ക് പാഠമായി നൽകുന്നു. ദൈവനിയോഗങ്ങളിൽ വളരുക എന്ന് പറയുമ്പോൾ ദൈവഹിതത്തിനോട് നമ്മുടെ യുക്തിയും നമ്മുടെ ഹിതവും ചേർത്ത് ജീവിക്കുക എന്നാണ്. ഒന്നാമതായി, ഏദനാകുന്ന പറുദീസയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ചില കൽപ്പനകൾ കൊടുക്കുന്നു. അത് വലിയൊരു സ്വാതന്ത്ര്യത്തിന്റെ അനുഭവമാണെന്ന് തിരിച്ചറിയണം. ദൈവ സംസർഗത്തിലായിരിക്കുവാനും ദൈവമഹത്വത്തിൽ ആയിരിക്കുവാൻ ആയുഷ്കാലം മുഴുവനും ദൈവമഹത്വത്തിൽ വസിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യമായിരുന്നു. പക്ഷേ ആദാമും ഹവ്വായും തങ്ങളുടേതായ യുക്തിയിൽ ദൈവകൽപ്പനയെ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് നമ്മുടെ ശീമ നമസ്കാരം വെള്ളിയാഴ്ച സൂത്താറയിൽ പ്രകാരം പാടുന്നുണ്ട്. താൻ പറുദീസിൻ വെളിയിൽ പോവാൻ കാരണമെന്തെന്ന് ആദാം താതൻ മക്കളെ നന്നായി ബോധിപ്പിച്ചു. മുന്നധികാരം നാണം കേടാൽ വന്നൊരു വീഴ്ച, തോട്ടത്തിനുള്ളിച്ചാടണമെന്നിവ വർണ്ണിച്ചു. ആദാം പറുദീസയിൽ നിന്ന് ബഹിഷ്കൃതനാകുവാൻ തക്കവണ്ണമുള്ള കാരണം എന്തെന്ന് മക്കളെ നന്നായി ബോധിപ്പിക്കുന്നു. മുന്നധികാരം നാണം കേടൽ. ഈ മുന്നധികാരം എന്ന് പറയുന്നത് ഫ്രീവില്ലാണ്. ദൈവ സ്നേഹത്തിലുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. ദൈവസ്നേഹം മൂലം നമുക്ക് ലഭിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. ദൈവഹിതത്തെ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കണോ വേണ്ടായോ എന്നുള്ള ഒരു വലിയ സ്വാതന്ത്ര്യം, അത് ഒരു അധികാരമായിട്ട് ദൈവം സ്നേഹം മൂലം നമുക്ക് നൽകുകയാണ്. സ്നേഹം മൂലമാണ് നാം ദൈവനിയോഗങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റേണ്ടത്. അതിൽ നിന്ന് മാറിപ്പോകുന്ന അനുഭവം തീർച്ചയായിട്ടും ദൈവ കോപത്തിന് പാത്രമായി തീരുന്ന അനുഭവങ്ങളാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ തുടർന്നും ദൈവനിയോഗങ്ങൾ എന്തെന്ന് ദൈവ സ്നേഹത്തിലുള്ള ഇച്ഛാസ്വാതന്ത്ര്യം മൂലം തിരിച്ചറിയുവാനും നമ്മുടെ യുക്തിയും ദൈവഹിതവും ചേർന്ന് സ്വർഗരാജ്യത്തിൻ്റെ മഹത്വത്തിനായിട്ട്, അനുതാപത്തിനായിട്ട് അത് ഉതകുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കണം. രണ്ടാമത്തെ എളിയ ചിന്ത, തിരിച്ചറിവുകളും
ഏറ്റുപറച്ചിലും ദൈവസഭയെ രൂപീകരിച്ച് ഉറപ്പിക്കുന്നു. തിരിച്ചറിവുകളും ഏറ്റുപറച്ചിലും ദൈവസഭയെ രൂപീകരിച്ച് ഉറപ്പിക്കുന്നു. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ആ കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരും യോനായുടെ അടുക്കിലേക്ക് ചെന്ന് പറയുന്നുണ്ട്, നീ നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ഒരുപക്ഷെ നമ്മൾ രക്ഷപ്പെട്ടേക്കാം. 5-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താൻ്റെ ദേവനോട് നിലവിളിച്ചു. അവരവരുടെ ദേവന്മാരെ വിളിച്ചപേക്ഷിക്കുവാൻ തുടങ്ങി. പല ദേവന്മാരെ ആരാധിക്കുന്ന ഒരു സമൂഹം ഇവിടെ പ്രത്യക്ഷമാണ്. പക്ഷേ അവസാനം ആ ചീട്ട് യോനാ പ്രവാചകന്റെ നാമത്തിൽ വീഴുമ്പോൾ അവനവന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞാനൊരു എബ്രായൻ, ഞാൻ യഹോവയാം ദൈവത്തെ, സ്വർഗീയ ദൈവത്തെ ആരാധിക്കുന്നവനാണ്. അപ്പോൾ അവിടെ നാം കാണുന്നത്, അതിനോട് ചേർത്ത് വായിക്കേണ്ടിയ വാക്യങ്ങൾ, 8-ാമത്തെ വാക്യം, അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം. നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏത്? നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു. അതിനവൻ അവരോട്, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. അവൻ തൻ്റെ ഐഡന്റിറ്റിയെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വീണ്ടും ആ ഭാഗം താഴോട്ട് വായിക്കുമ്പോൾ 12-ാമത്തെ വാക്യം, അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിലിട്ട് കളവീൻ, അപ്പോൾ സമുദ്രമടങ്ങും. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഒരു ഏറ്റുപറച്ചിലിൻ്റെ ഒരു അനുഭവം, തിരിച്ചറിവിൻ്റെ അനുഭവം. എൻ്റെ നിയോഗങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറിയപ്പോൾ അത് എൻ്റെ ഒപ്പമായിരിക്കുന്ന ഒരു സമൂഹത്തിന് ദോഷകരമായി തീരുന്നു. അത് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് യോനാ പ്രവാചകൻ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. ഹീസ് കൺഫെസിങ്, ഹീസ് ലിറ്ററലി കൺഫെസിങ് ദെയർ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊന്ന് ചേർത്ത് ചിന്തിക്കണം. നാം ആയിരിക്കുന്ന കപ്പലാകുന്ന പരിശുദ്ധ സഭ, നൗകയാകുന്ന പരിശുദ്ധ സഭ, കുടുംബമാകുന്ന പരിശുദ്ധ സഭ, സമൂഹമാകുന്ന പരിശുദ്ധ സഭ, നാം എവിടെല്ലാം നമ്മുടെ സാന്നിധ്യം മൂലം വസിക്കുന്നുവോ അതിനെ ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഒരു സഭയായി രൂപീകരിച്ചുകൊണ്ട് ഉറപ്പിക്കണമെങ്കിൽ ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിവും ഏറ്റുപറച്ചിലിൻ്റെ അനുഭവം ഉണ്ടാവണം. അത് ഫലം പുറപ്പെടുവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ കപ്പലിൽ ഉണ്ടായിരുന്നവരെല്ലാവരും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമായി മാറി. 16-ാമത്തെ വാക്യം, അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകളും നേർന്നു. കടൽക്ഷോഭം അടങ്ങിയ മുറയ്ക്ക് അവർ യോനായെ പ്രാർത്ഥനാപൂർവം കടലിലേക്ക് എറിഞ്ഞതിന് ശേഷം ആ ക്ഷോഭം, പ്രകൃതിക്ഷോഭം ശാന്തമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകളും നേർന്നു. പല ദേവന്മാരെയും ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹം യഹോവയെ ആരാധിക്കുന്ന ഒരു സമൂഹമായി ഒരു സഭ രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് ദൈവത്തിൽ, യഹോവയിൽ ഉറപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനടിസ്ഥാനമായത് യോനാ പ്രവാചകന്റെ തിരിച്ചറിവും ഏറ്റുപറച്ചിലുമാണ്. നാം ആയിരിക്കുന്ന നമ്മുടെ കുടുംബതലം, നമ്മുടെ സഭാതലം, സമൂഹതലം, ഇതെല്ലാം ദൈവത്തെ ആരാധിക്കുന്ന ഒരു സഭയായി രൂപാന്തരപ്പെടണമെങ്കിൽ ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിവിൻ്റെ അനുഭവവും ഏറ്റുപറച്ചിലിൻ്റെ അനുഭവം ഉണ്ടാവണം. വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ പരിശുദ്ധ നോമ്പുകാലം ദൈവനിയോഗങ്ങളെ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ വളരുവാൻ തക്കവണ്ണം ദൈവം നൽകിയിരിക്കുന്ന അധികാരം, സ്നേഹം മൂലം ദൈവഹിതത്തെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു അധികാരം, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ യുക്തിയോട് ചേർത്ത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഇടയാവണം. രണ്ടാമതായി തിരിച്ചറിവോടുകൂടിയും ഏറ്റുപറച്ചിലിൻ്റെ അനുഭവത്തോടു കൂടിയും നമ്മുടെ പ്രവർത്തന മേഖലകളെല്ലാം
ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സമൂഹം സഭയായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.